കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒരു കാട്ടിലെ 3 കൂട്ടുകാരുടെ കഥ കേട്ടാലോ? കാക്കച്ചേട്ടനും കുറുക്കച്ചനും മാൻകുട്ടിയുമൊക്കെയുള്ള കഥ. കാക്കയും പുള്ളിമാനും സുഹൃത്തുക്കളായിരുന്നു. കാക്ക ചേക്കേറുന്ന മരത്തിന്റെ തൊട്ടടുത്തുള്ള വള്ളിപ്പടർപ്പിൽ പുള്ളിമാനും വാസമുറപ്പിച്ചു. ഒരു ദിവസം ഒരു കുറുക്കൻ ആ വഴി വന്നു. തടിച്ചു കൊഴുത്തു സുന്ദരക്കുട്ടനായ മാൻ മരത്തിന് ചുവട്ടിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ കുറുക്കന്റെ നാവിൽ വെള്ളമൂറി. ഹായ്, ഇവന്റെ ഇറച്ചിക്ക് എന്ത് രുചിയായിരിക്കും? കുറുക്കൻ സ്വയം പറഞ്ഞു. എന്നിട്ട് പുള്ളിമാന്റെ അടുക്കലെത്തി പറഞ്ഞു, സഹോദര, വളരെ നാളായി ഞാനിവിടെ ഏകാന്തതയിൽ കഴിയുന്നു. തനിച്ചുള്ള ഈ വാസം എന്നെ ആകെ മുഷിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് സുഹൃത്തുക്കളാകാം. ഈ ഭൂമിയിൽ ബന്ധുക്കളായി എനിക്കാരുമില്ല. ഉറ്റവരും ഉടയവരും എല്ലാം മരിച്ചുപോയി. ശുദ്ധാത്മാവായ പുള്ളിമാൻ കുറുക്കനെ അപ്പാടെ അങ്ങ് വിശ്വസിച്ചു. മാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ സഹോദര, ഇന്നു മുതൽ നാം ഒന്ന്. കുറുക്കനും പുള്ളിമാനും കൂട്ടുകൂടി നിൽക്കുമ്പോൾ തീറ്റ തേടിപ്പോയ കാക്ക പറന്നു വന്നു. മാൻ ഒരു അപരിചിതനോടൊപ്പം നിൽക്കുന്നത് കണ്ടപ്പോൾ കാക്ക തല ചെരിച്ചൊന്നും സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു, ആരാണീ സുഹൃത്ത്? നിങ്ങൾ എന്തെടുക്കുന്നു? മാൻ പറഞ്ഞു, ഇദ്ദേഹത്തെ അറിയില്ലേ? നമ്മുടെ കുറുക്കൻ ചേട്ടൻ. കാക്കച്ചനിങ്ങ് താഴേക്ക് വരൂ, നമുക്ക് പരിചയപ്പെടാം. കാക്ക താഴേക്ക് ചെന്നില്ല. വരൂ കാക്കച്ച, നമുക്ക് ചേട്ടനുമായി പരിചയപ്പെടാം. മാനിന്റെ വാക്കുകൾ കാക്ക ചെവിക്കൊണ്ടില്ല. അവൻ പറഞ്ഞു, മാൻകുട്ടി, അപരിചിതമായി പെട്ടെന്നൊരു സുഹൃബന്ധം പാടില്ല. ഇത് അപകടമാണ്. ആ പുള്ളിമാന് ലോകപരിചയം വളരെ കുറവായിരുന്നു. ആയതിനാൽ കാക്കയുടെ വാക്കുകൾ കാര്യമായി എടുക്കാതെ മാൻ കുറുക്കനെ കൂടെ താമസിപ്പിച്ചു. കാക്ക ആഹാരം തേടി പുറത്തേക്ക് പോയി. ഈ തക്കം നോക്കി കുറുക്കൻ പുള്ളിമാന്റെ അടുക്കലെത്തി. സഹോദര, ഈ വനത്തിൽ ആഹാരത്തിന് കാര്യമായ വകയൊന്നുമില്ലെന്നുള്ള വിവരം നിനക്കറിയില്ലേ? മാൻ പറഞ്ഞു, അറിയാം ചേട്ടാ, പക്ഷെ മറ്റെന്തുണ്ട് മാർഗം? നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അവിടെ നല്ല പച്ചിലക്കാടുകളുണ്ട്, മധുരമയമായ ജലമുള്ള തടാകങ്ങളുമുണ്ട്. ശരി, എന്നാൽ പോകാം. മാൻ സമ്മതിച്ചു. കുറുക്കൻ പറഞ്ഞ സ്ഥലം ഗ്രാമീണരുടെ കൃഷിപ്പാടങ്ങളായിരുന്നു. അധികം താമസിച്ചില്ല. കാക്കയെ അറിയിക്കാതെ കുറുക്കനും പുള്ളിമാനും സ്ഥലം വിട്ടു. മധുരമുള്ള വെള്ളവും പച്ചപ്പടർപ്പുകളും ധാരാളമുള്ള ആ സ്ഥലമൊന്ന് കാണാൻ പുള്ളിമാന് ധൃതിയായി. അവർ വേഗം നടന്നു. വനത്തിൽ നിന്നാൽ അക്കരെയുള്ള പച്ച പിടിച്ച വയലേലകൾ കാണാം. അവയ്ക്കിടയിൽ തടാകങ്ങളും. ഹൃദ്യമായ കാഴ്ച. പുള്ളിമാൻ സന്തോഷപുളകിതനായി. ഗ്രാമത്തിൽ നിന്ന് വനത്തിലേക്കുള്ള വഴിയിൽ ഗ്രാമീണർ കുരുക്കു വെച്ചിരുന്നു. വനത്തിൽ നിന്നിറങ്ങി വിളകൾ നശിപ്പിക്കുന്ന കാട്ടുമൃഗങ്ങളെ പിടിക്കുവാൻ. ഈ വിവരം നേരത്തെ തന്നെ കുറുക്കന് അറിവുള്ളതായിരുന്നു. വയലിനെ ലക്ഷ്യമാക്കി അവർ നടന്നു. പുള്ളിമാൻ കുരുക്കിലകപ്പെട്ടു. എത്ര ശ്രമിച്ചിട്ടും കുരുക്കിൽ നിന്ന് പുറത്തു കടക്കുവാൻ പാവം മാനിന് കഴിഞ്ഞില്ല. അവസാനം ക്ഷീണിതനായ അവൻ കുറുക്കനോട് അപേക്ഷിച്ചു, സഹോദര, കുറുക്കൻ ചേട്ടാ, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പുറത്തു വിടൂ. അല്ലെങ്കിൽ ഗ്രാമീണർ വന്നെന്നെ തല്ലിക്കൊന്ന് എന്റെ ഇറച്ചി തിന്നു. ഇത് കേട്ട് കുറുക്കൻ ഉള്ളിൽ പറഞ്ഞു, എടാ കഴുതേ, ഗ്രാമീണരല്ല ആദ്യം നിന്റെ ഇറച്ചി തിന്നുന്നത്. അത് ഞാൻ തന്നെയായിരിക്കും. വെറുതെ ഒന്നുമല്ല ഈ പെടാപ്പാടെല്ലാം കഴിച്ച് നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. മനസ്സിൽ ഇങ്ങനെയാണ് കുറുക്കൻ പറഞ്ഞതെങ്കിലും പുറത്തു പറഞ്ഞത് ഇപ്രകാരമാണ്. സഹോദര മാൻകുട്ടി, ഞാൻ നിസ്സഹായനാണ്. ഇന്നെനിക്ക് ഉപവാസമാകയാൽ അത് കഴിയുന്നത് വരെ യാതൊന്നും തന്നെ ഞാൻ കടിച്ചു മുറിക്കുകയില്ല. ഇത് കേട്ട് ഞെട്ടിത്തെറിച്ച മാൻ രക്ഷയ്ക്ക് വേണ്ടി കേണപേക്ഷിച്ചു. കുറുക്കന്റെ മനസ്സിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. മാനിറച്ചിയുടെ രുചി മാത്രമായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ഒരു കുറ്റിക്കാടിനുള്ളിൽ അവൻ മറഞ്ഞിരുന്നു.
നിരാശനായ മാൻ തളർന്നു വീഴവേ കാക്ക പറന്നെത്തി. മാൻകുട്ടി, മാൻകുട്ടി. കാക്ക വിളിച്ചു. പകുതി ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി ആ പുള്ളിമാന്. എങ്കിലും അവൻ എഴുന്നേറ്റ് നിന്ന് കരയാൻ തുടങ്ങി. കാക്ക ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ശുദ്ധനായ സുഹൃത്തെ, എന്നോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നില്ലേ അപരിചിതരെ വിശ്വസിക്കരുതെന്ന്? നീ കേട്ടില്ല. മാത്രമല്ല കുറുക്കന്റെ വലയിൽ നീ വീഴുകയും ചെയ്തു. പുള്ളിമാൻ ക്ഷമാപണത്തോടെ പറഞ്ഞു, സത്യസന്ധനായ സഹോദര, ക്ഷമിച്ചാലും എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ഗ്രാമീണർ എത്തുന്നതിന് മുമ്പേ എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ രക്ഷിക്കുക. ഒരുപക്ഷെ സൂത്രശാലിയായ നമ്മുടെ കുറുക്കൻ എൻ്റെ ഇറച്ചി തിന്നാൻ ഇവിടെ എവിടെയെങ്കിലും കാത്തു നിൽപ്പുണ്ടാവും. കാക്ക രക്ഷപ്പെടാനുള്ള മാർഗം വിവരിച്ചു. കൂട്ടുകാരാ, രക്ഷപ്പെടാൻ ഇപ്പോൾ ഒരൊറ്റ മാർഗമേയുള്ളൂ. ചത്തതുപോലെ തറയിൽ കിടക്കുക. ഗ്രാമീണർ വന്ന് നോക്കുമ്പോൾ മാൻ ചത്തു കിടക്കുന്നതായി കാണും. അവർ കുരുക്കഴിച്ച് നിന്നെ പുറത്തു കളയും. ചത്തതിനെ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അവർ പോയി കഴിയുമ്പോൾ ഞാൻ ശബ്ദമുണ്ടാക്കാം. ശബ്ദം കേൾക്കുന്ന മാത്രയിൽ നീ എഴുന്നേറ്റ് ഓടിക്കൊള്ളണം. കാക്ക പറഞ്ഞതുപോലെ മാൻ ചെയ്തു. ഗ്രാമീണർ വന്നു. ചത്ത മാനിനെ അവർ വലയിൽ നിന്ന് പുറത്തെടുത്തെറിഞ്ഞു. ഗ്രാമീണർ നടന്നു നീങ്ങി. ക്രാ, 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 ക്രാ. കാക്ക നീട്ടി വിളിച്ചു. മാൻ ചാടി എണീറ്റ് ഒറ്റയോട്ടം. ഇത് കണ്ട് ഗ്രാമീണർ തിരിച്ചു ഓടി വന്നപ്പോൾ കുറുക്കൻ കുറ്റിക്കാട്ടിൽ നിന്നും തല നീട്ടി രംഗനിരീക്ഷണം നടത്തുന്നു. ഗ്രാമീണരിൽ ഒരാൾ ഇത് കണ്ടു. അയാളുടെ കയ്യിലിരുന്ന കുറുവടി വെച്ച് കുറുക്കന്റെ തലക്കിട്ട് ഒറ്റ ഏറുകൊണ്ട് തല പൊട്ടി കുറുക്കൻ ചത്തു വീണു. ഇതെല്ലാം കണ്ടുകൊണ്ട് മരത്തിലിരുന്നു കാക്ക വിളിച്ചു പറഞ്ഞു, ആത്മസുഹൃത്തിനെ ക്രൂരമായി വഞ്ചിച്ചവന് കിട്ടേണ്ടത് കിട്ടി. അതുപോലെ തന്നെ അപരിചിതരെ കണ്ണുമടച്ച് വിശ്വസിക്കുകയും അരുത്. കൂട്ടുകാരെ, നമ്മുടെ കാക്കച്ചൻ പറഞ്ഞത് കേട്ടില്ലേ? സുഹൃത്തുക്കളെ ഒരിക്കലും വഞ്ചിക്കരുത്. മാത്രവുമല്ല, അപരിചിതരെ കണ്ണടച്ച് വിശ്വസിക്കുകയും അരുത്.